ഓക്കെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് 148 പേജ് നമ്പർ. ഓക്കെ, വർഗീകരണത്തിലെ വ്യത്യാസം എന്നുള്ള ആ ഭാഗത്തിലേക്കാണ് നമ്മൾ തുടങ്ങുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏർലിയർ കിങ്ഡം പ്ലാന്റ് വാസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻസ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, മുൻകാലങ്ങളിൽ കിങ്ഡം പ്ലാന്റയെ എങ്ങനെ വിഭജിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഏർലിയർ കിങ്ഡം പ്ലാന്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു 5 കിങ്ഡം. അത് ഏതൊക്കെയാണ് ഇനി ആ 5 കിങ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം: തലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേസ്, ആൻജിയോസ്പേംസ് എന്നിങ്ങനെയാണ്. ദീസ് ആർ ദ വേസ് വാട്ട് ഇസ് കോൾഡ് ദ ഏർലിയർ കിങ്ഡം പ്ലാന്റ് വാസ് ഡിവൈഡഡ്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ഹൗ ദ കിങ്ഡം പ്ലാന്റ് വാസ് ഡിവൈഡഡ് ഏർലിയർ എന്ന് ചോദിച്ചാൽ ഏർലിയർ കിങ്ഡം പ്ലാന്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു 5 ഡിവിഷൻസ്. അത് ഏതെല്ലാമാണെന്ന് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. തലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേസ്, ആൻജിയോസ്പേംസ് എന്നാണ് എന്നത്. ഓക്കെ, ഇനി 261 ചോദ്യം. ആൽഗെ ആൻഡ് ഫ്ലംജെ വെർ ഇൻക്ലൂഡഡ് ഇൻ ദ തലോഫൈറ്റ in the early plant division. അപ്പോൾ early plant divisionൽ which algae and fungi were included in the സെയിം ഗ്രൂപ്പ് തലോഫൈറ്റയിലാണ് ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി 162 ചോദ്യം. ഫംജെ വെർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് ക്യാരക്ടേഴ്സ്. എന്തുകൊണ്ടാണ് ഫംജയെ ഒരു സെപ്പറേറ്റ് കിങ്ഡത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫംജെ വെർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് ക്യാരക്ടേഴ്സ്. അവയുടെ പ്രത്യേക രീതിയിലുള്ള സ്വഭാവം കൊണ്ടാണ് ഫംജയെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് ഇതിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി 263 ചോദ്യം. ആൽഗെ വിച്ച് ഷെയർ മെനി ക്യാരക്ടേഴ്സ് വിത്ത് പ്ലാന്റ്സ് ആർ സ്റ്റിൽ ക്ലാസിഫൈഡ് വിത്ത് കിങ്ഡം പ്ലാന്റ്. എന്തുകൊണ്ട് വൈ ദ ആൽഗെ ഈസ് സ്റ്റിൽ കെപ്റ്റ് ഇൻ ദ കിങ്ഡം പ്ലാന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആൽഗെ വിച്ച് ഷെയർ മെനി ക്യാരക്ടേഴ്സ് വിത്ത് പ്ലാന്റ്സ്. അതായത് ആൽഗെ പല സ്വഭാവങ്ങളും പ്ലാന്റുകളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവയെ ഇപ്പോഴും എന്തിലാണ്? കിങ്ഡം പ്ലാന്റയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 264 ചോദ്യം. എ ഹെർബേറിയം ഈസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് സ്പെസിമെൻസ് ആൻഡ് അസോസിയേറ്റഡ് ഡേറ്റ യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് സ്റ്റഡി. അപ്പം നമ്മളോട് ഇവിടെ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ഹെർബേറിയം എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ് ഹെർബേറിയം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ഹെർബേറിയം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ ഹെർബേറിയം എന്ന് പറയുകയാണ്. ഹെർബേറിയം ഈസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് സ്പെസിമെൻസ്. അതായത് ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാ പ്ലാന്റുകളുടെയും സ്പെസിമെനുകളെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അസോസിയേറ്റഡ് ഡേറ്റ യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് സ്റ്റഡി. ആ പ്ലാന്റുകളെ കുറിച്ചുള്ള എല്ലാ ഡേറ്റകളും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതിനെയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അതെന്തിനാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ട് ഈ പ്ലാന്റുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ തുടർന്ന് പോവുകയാണ്. 148 പേജിൽ തന്നെ ഒരു 2-3 പ്രത്യേക തരം ചെടികളെ കാണാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കാണാവുന്ന ചെടികളാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന ചെടി എന്താണ്? സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്ന ഒരു ചെടിയാണ് കാണുന്നത്. സാന്ദ്രാകോട്ടസ് വിജയകുമാരി ഈസ് എ ന്യൂ സ്പീഷീസ് ഓഫ് ബീറ്റിൽ ഡിസ്കവേർഡ് ഇൻ നെല്ലിയാമ്പതി. അതായത് വാട്ട് ഈസ് സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടുപെടുന്ന വണ്ടിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ജീവജാലമാണ് ഏത്? സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 266 ചോദ്യം ഏതാണ്? അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്ന ഒരു ജീവജാലമാണ്. അപ്പോൾ വാട്ട് ഈസ് ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് ചോദിച്ചാൽ ഈസ് എ ന്യൂ പ്ലാന്റ് ഇൻ ദ കാറ്റഗറി ഓഫ് എന്താണ്? എന്തിൻ്റെ കാറ്റഗറിയിലുള്ളതാണ്? കുറ്റിപ്പാണലിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട. പാണൽ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്. അപ്പോൾ കുറ്റിപ്പാണലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. എവിടെയാണ് അതിനെ കണ്ടുവന്നിരിക്കുന്നത്? അതിനെ കണ്ടുവന്നിരിക്കുന്നത് വാഗമൺ ഏരിയയിൽ കണ്ടുവരുന്ന പാണൽ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഏത്? ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രുസേത്തോവ ഇസ്രോ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വാട്ട് ഈസ് ബ്രുസേത്തോവ ഇസ്രോ എന്ന് ചോദിച്ചാൽ ബ്രുസേത്തോവ ഇസ്രോ ഈസ് എ കൈൻഡ് ഓഫ് പാരസൈറ്റ്. അതായത് ഒരു പാരസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? പരാദജീവി എന്ന് പറയും. അതായത് മറ്റൊരു ജീവിയിൽ ഒട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ജീവിയിലൂടെ ജീവിക്കുന്ന ഒരു ജീവജാലം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഈ പേനുകൾ, ചെള്ളുകൾ ഇതൊക്കെ പാരസൈറ്റുകളാണ്. അതായത് ഒരു ജീവിയുടെ മേത്ത് ജീവിക്കുന്ന ജീവി. അപ്പോൾ ബ്രുസേത്തോവ ഇസ്രോ എന്ന് പറയുന്നത് ഒരു പാരസൈറ്റാണ്. അതിന് എവിടെയാണ് കണ്ടുവരുന്നത്? ഫൗണ്ട് ഇൻ ദ ഫിഷേഴ്സ് അറ്റ് കൊല്ലം കോസ്റ്റൽ ഏരിയ. അത് കൊല്ലം കടൽ തീരത്തുള്ള മത്സ്യങ്ങളിലാണ് ആ തരം ജീവികളെ കണ്ടുവരുന്നത്. അപ്പോൾ ബ്രുസേത്തോവ ഇസ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കൊല്ലം കടൽ തീരത്ത് കണ്ടുവരുന്ന മത്സ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം പരാദ ജീവികളെ പാരസൈറ്റിനെയാണ് എന്ത് എന്ന് വിളിക്കുന്നത്? നമ്മൾ
ബ്രുസേത്തോവ ഇസ്രോ എന്ന് വിളിക്കുന്നത്. ഇനി 268 ചോദ്യം. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻക്ലൂഡഡ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പെക്യൂലിയാരിറ്റീസ് ഓഫ് എന്താണ് ബോഡി സ്ട്രക്ചർ ആൻഡ് ബയോമോളിക്യൂൾസ്. എന്തൊക്കെയാണ് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് അതായത് പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നിരിക്കുന്നത്, അവയെ എന്തൊക്കെയാണ്, അവയുടെ മോർഫോളജിക്കൽ ഡിഫറൻസസ് ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ അവയുടെ എന്താണ് സ്ട്രക്ചർ, മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നു. പെക്യാരിറ്റീസ് ഓഫ് ബോഡി സ്ട്രക്ചർ, അവയുടെ ബോഡിയുടെ സ്ട്രക്ചർ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ്, അതിൻ്റെ അകത്തുള്ള എന്താണ് മോളിക്യൂൾസുകളെ, ഒരു ബയോളജിക്കലായിട്ടുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസുകളെ, അംശങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റുകളിൽ ഉൾപ്പെടുന്ന കാര്യം. ഓക്കെ, ഇനി 269 ചോദ്യം. കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിസംസ് DNA വിത്ത് ദാറ്റ് ഓഫ് അതർ സ്പീഷീസ് ഹെൽപ്സ് ടു ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. എന്താണ് പ്ലാന്റുകളെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു പദാർത്ഥം അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിസംസ് DNA. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ DNA മറ്റൊരു ഓർഗാനിസത്തിൻ്റെ DNAയും കൂടിയായിട്ടുള്ള ഒരു കമ്പാരറ്റീവ് അനാലിസിസ് നടത്തുന്നുണ്ട്. അത് എന്തിനാണ്, പ്ലാന്റുകളുടെ വർഗീകരണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി 270 ചോദ്യം. ഇഫ് ദെയർ ആർ സിഗ്നിഫിക്കൻറ്റ് ജനറ്റിക് ഡിഫറൻസസ് ഇൻ ന്യൂലി ഫൗണ്ട് ഓർഗാനിസം ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ന്യൂ സ്പീഷീസ്. വെൻ വി കൺസിഡർ എ സ്പീഷീസ് ആസ് എ ന്യൂ സ്പീഷീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇഫ് ദെയർ ആർ സിഗ്നിഫിക്കൻറ്റ് ജനറ്റിക് ഡിഫറൻസ്, അതായത് ഒരു ജീവജാലത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് വളരെയധികം ജനിതകശാസ്ത്രപരമായിട്ട് വ്യത്യാസം മറ്റ് ജീവജാലങ്ങളുമായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ന് വിളിക്കുന്നു, ഒരു ന്യൂ സ്പീഷീസ് എന്ന് വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി 271 ചോദ്യം. ദ ഫൈൻഡിങ് ഓഫ് എ ന്യൂ സ്പീഷീസ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് എവല്യൂഷണറി മൈക്രോബയോളജി. നമുക്കറിയാം ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്യുന്ന ആ ജേർണലിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ജേർണൽ ഈ ഫൈൻഡിങ് ഓഫ് എ ന്യൂ സ്പീഷീസ് ഈസ് പബ്ലിഷ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ദ ഫൈൻഡിങ് ഓഫ് എ ന്യൂ സ്പീഷീസ്, അതായത് ഒരു പുതിയ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്, ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് എവല്യൂഷണറി മൈക്രോബയോളജി എന്ന് പറയുന്ന ആ ജേർണലിലാണ് അതിനെ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പേജ് 50 വൈറസ് എന്നുള്ളതാണ്. ആ വൈറസ് എന്നുള്ള പാഠഭാഗം നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. വൈറസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഡോണ്ട് മാച്ച് വിത്ത് എനി ഓഫ് ദ കിങ്ഡംസ് ഇൻ ദ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ വൈറസിൻ്റെ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് വൈറസ് എന്ന് ചോദിച്ചാൽ വൈറസിൻ്റെ സ്വഭാവങ്ങൾ, വൈറസിൻ്റെ ഘടനകൾ ക്യാരക്ടറിസ്റ്റിക് ഡോണ്ട് മാച്ച് വിത്ത് എനി ഓഫ് ദ കിങ്ഡംസ് ഇൻ ദ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ. അതായത് 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനിലുള്ള ഒരു കിങ്ഡവുമായിട്ടും വൈറസിൻ്റെ പ്രത്യേകത, വൈറസിൻ്റെ ജനറ്റിക്സ് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് വൈറസിന് ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷനാക്കി നിലനിർത്തിയിരിക്കുന്നു. ഇനി 273 ചോദ്യം. 3 ഡൊമൈൻ കിങ്ഡം ഇൻ ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആർ ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യുക്കേറിയ. അതായത് നിങ്ങൾക്കറിയാം ഏതെല്ലാമാണ് 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ, ബാക്ടീരിയ, ആർക്കിയയും യുക്കേറിയയുമാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിലും എന്താണ് വൈറസിനെ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ വേറെ ഒരു സിസ്റ്റമായിട്ട് നിർത്തിയിരിക്കുകയാണ്. വൈറസ് കനോട്ട് പെർഫോം എനി മെറ്റാബോളിക് ഫംഗ്ഷൻ. അതായത് വൈറസിന് ഒരു ജീവൽ പ്രക്രിയയും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ക്യാൻ വൈറസ് ഡു മെറ്റാബോളിക് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക വൈറസ് കനോട്ട് ഡു എനി മെറ്റാബോളിക് ഫംഗ്ഷൻ. ഇനി 275 ചോദ്യം. വൈറസ് ഡോണ്ട് ഹാവ് എനി ഓർഗനല്ലേ. അതായത് ഡു വൈറസ് ഹാവ് ഓർഗനൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക വൈറസ് ഡോണ്ട് ഹാവ് എനി ഓർഗനല്ലേ. ഓക്കെ, ഇനി 276 ചോദ്യം. വൈറസ് കനോട്ട് റെസിപ്പയർ. അതായത് വൈറസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്വാസോച്ഛ്വാസം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. വൈറസ് കനോട്ട് റെസിപ്പയർ. ഓക്കെ, വൈറസ് പെർഫോം മെറ്റാബോളിക് ഫംഗ്ഷൻ ഓൺലി അറ്റ് ദ ലിവിങ് ഹോസ്റ്റ്. അതായത് ജീവൽ പ്രക്രിയകൾ, വൈറസ് അതിൻ്റെ ജീവൽ പ്രക്രിയകൾ എപ്പോഴാണ് നടത്തുന്നത്, ഓൺലി അറ്റ് ദ ലിവിങ് ഹോസ്റ്റ്. അതായത് മറ്റൊരു ജീവജാലത്തിൽ വൈറസ് ജീവിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ജീവൽ പ്രക്രിയകൾ അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി 278 ചോദ്യം. വൈറസ് മൾട്ടിപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹോസ്റ്റ് സെൽ. അതായത് വൈറസ് എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, വൈറസ് മൾട്ടിപ്ലൈ അറ്റ് ദ ഹെൽപ്പ് ഓഫ് എ ഹോസ്റ്റ് സെൽ. വെൻ ഡു വൈറസ് മൾട്ടിപ്ലൈ, വൈറസ് മൾട്ടിപ്ലൈ അറ്റ് ദ ഹെൽപ്പ് ഓഫ് എ ഹോസ്റ്റ് സെൽ. ഓക്കെ, ഇനി 279 ചോദ്യം. വൈറസ് ആർ
outside any living cell. What is the condition of virus when it is out of a living cell എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക എന്തായിരിക്കും ഒരു വൈറസ് ഒരു ലിവിങ് സെല്ലിന് പുറത്താണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക വൈറസ് ആർ ഇന്നാക്റ്റീവ് വെൻ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് എ ലിവിങ് സെൽ. അതായത് വൈറസ് ഒരു ജീവജാലത്തിന് പുറത്താണെങ്കിൽ ആ വൈറസ് ഇനാക്റ്റീവ് ആയിരിക്കും, അതായത് അത് ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി 280ാമത്തെ ചോദ്യം. ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ് ഹെൽപ്പ് ദ സയൻറ്റിസ്റ്റ് ടു സ്റ്റഡി ദെയർ nature, evolution, development, etc. and develop methods to combat virus diseases. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റഡിയിങ് വൈറസ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ്, അതായത് വൈറസുകളെ തരംതിരിക്കുന്നത് ഹെൽപ്പ് ദ സയൻറ്റിസ്റ്റ്, അതായത് സഹായിക്കുന്നു ആരെ, സയൻറ്റിസ്റ്റിനെ, ടു സ്റ്റഡി അതിനെ പഠിക്കുവാനായിട്ട് ദെയർ നേച്ചർ, അവയുടെ സ്വഭാവത്തെക്കുറിച്ച്, എവല്യൂഷൻ അവയുടെ പരിണാമത്തെക്കുറിച്ച്, അവയുടെ ഡെവലപ്മെൻറ്റ് അവയുടെ വളർച്ചയെക്കുറിച്ച്, ആൻഡ് ഡെവലപ്പ് മെത്തേഡ്സ് അതുപോലെ തന്നെ നമ്മളെ അതായത് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് പുതിയതായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. കോമ്പാക്ട് വൈറൽ ഡിസീസസ്, അതായത് വൈറൽ ഡിസീസ് വൈറസ് നമുക്ക് കാരണമാക്കി തീരുന്ന രോഗങ്ങളെക്കുറിച്ച് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നു. ഓക്കെ, ഇനി 281ാമത്തെ ചോദ്യം. വൈറസ് ഹാവ് എ സിമ്പിൾ സ്ട്രക്ചർ ഡിവോയിഡ് ഓഫ് സൈറ്റോപ്ലാസം, സെൽ ഓർഗനിലെ ആൻഡ് ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് വൈറസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക വൈറസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ പറയുക വൈറസ് ഹാസ് എ സിമ്പിൾ സ്ട്രക്ചർ, അതായത് വൈറസിന് വളരെ ലളിതമായ ഒരു സ്ട്രക്ചറാണുള്ളത്. ഡിവോയിഡ് ഓഫ് ഇല്ല എന്തെല്ലാമാണ്, സൈറ്റോപ്ലാസം, അതിന് സൈറ്റോപ്ലാസം ഇല്ല, സെൽ ഓർഗനൽസ് ഇല്ല, അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു രീതിയാണ് വൈറസിന് ഉള്ളത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ.